ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ വനിതകളുടെ അന്തസ്സിന് പ്രാധാന്യം നൽകിയുള്ള നടപടികളാണ് കേന്ദ്രം കൈക്കൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാനുമായുള്ള വികസന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നതായി ഇന്ത്യ. കർഷകരെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് പുതിയ പരിഷ്കാരങ്ങളെന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. പശ്ചിമബംഗാളിലെ ക്രമസമാധാന നില വഷളായതായി ഗവർണർ ജഗദീപ് ധങ്കർ. കേരളത്തിൽ ഇന്ന് 4642 പേർക്ക് കോവിഡ്. രാജ്യത്തെ കോവിഡ് മുക്തരുടെ എണ്ണം 93 ലക്ഷത്തിലേക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ വനിതകളുടെ അന്തസ്സിന് പ്രാധാന്യം നൽകിയുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര ഭാരതി ഉത്സവത്തെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുദ്രാ യോജനയിലൂടെ 15 കോടി സ്ത്രീകൾക്ക് സ്വയം ഉപജീവനമാർഗം കണ്ടെത്താനായി. രാജ്യത്തെ വനിതകൾ ഇന്ന് തല ഉയർത്തിപ്പിടിച്ചാണ് നടക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പൌരാണികതയുടെയും ആധുനികതയുടെയും ആരോഗ്യകരമായ സന്തുലനത്തിലാണ് സുബ്രഹ്മണ്യ ഭാരതി വിശ്വസിച്ചിരുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയുടെ 138ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് വനവിൽ സാംസ്കാരിക കേന്ദ്രമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉസ്ബെക്കിസ്ഥാനുമായുള്ള വികസന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായുള്ള വെർച്വൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ രാജ്യത്തിന്റെ വികസന മുൻഗണനകൾ അനുസരിച്ച് ഇന്ത്യ തങ്ങളുടെ വൈദഗ്ധ്യവും അനുഭവവും പങ്കിടാൻ തയ്യാറാണെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. വിശദവിവരങ്ങളുമായി അരവിന്ദ്. ഇന്ത്യയും ഒരു മധ്യേഷ്യൻ രാജ്യവും തമ്മിലുള്ള ആദ്യത്തെ ഉഭയകക്ഷി വെർച്വൽ ഉച്ചകോടിയാണ് ഇന്ന് നടന്നത്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സാമ്പത്തിക പങ്കാളിത്തവും കാലങ്ങളായി ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൌകര്യങ്ങൾ, IT, വിദ്യാഭ്യാസം, ആരോഗ്യം, പരിശീലനം, ശേഷി വർദ്ധിപ്പിക്കൽ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയ്ക്ക് വലിയ സാധ്യതകളുണ്ട്. ഇത് ഉസ്ബെക്കിസ്ഥാന് പ്രയോജനപ്പെടുത്താനാകും. കാർഷിക മേഖലയിൽ സംയുക്ത പ്രവർത്തക സമിതി സ്ഥാപിക്കുന്നത് സുപ്രധാനവും ക്രിയാത്മകവുമായ നടപടിയാണെന്നും ശ്രീ മോദി പറഞ്ഞു. തീവ്രവാദം, മതമൌലികവാദം, വിഘടനവാദം എന്നിവയെക്കുറിച്ച് ഇന്ത്യയ്ക്കും ഉസ്ബെക്കിസ്ഥാനും സമാനമായ ആശങ്കകളുണ്ട്. സുരക്ഷാ കാര്യങ്ങളിലെ പങ്കാളിത്തം ഉഭയകക്ഷി ബന്ധത്തിന്റെ ശക്തമായ സ്തംഭമായി മാറുകയാണ്. ബഹിരാകാശ, ആണവോർജ്ജ മേഖലകളിലും സഹകരണം ശക്തമാക്കി വരുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് മിർസിയോയേവ് നന്ദി പറഞ്ഞു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക, ആഗോള പ്രശ്നങ്ങളെക്കുറിച്ചും ഇരു ഭരണാധികാരികളും ചർച്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കാർഷിക വിപണികളിലെ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതെന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. ചന്തകളിലെ കെട്ടുപാടുകളിൽ നിന്ന് കർഷകരെ മോചിപ്പിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾ എവിടെയും ആർക്കും മികച്ച വിലയ്ക്ക് വിൽക്കാൻ കഴിയുമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. എതിർപ്പുകളുള്ള വ്യവസ്ഥകളെക്കുറിച്ച് തുറന്ന മനസ്സോടെയുള്ള ചർച്ചകൾക്ക് സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. കാർഷിക പരിഷ്കരണ നിയമം സംബന്ധിച്ച് രാജ്യത്തെ എല്ലാ ജില്ലകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ BJP തീരുമാനിച്ചു. 700ഓളം പത്രസമ്മേളനങ്ങൾ, പൊതുചർച്ചകൾ, ജനസമ്പർക്ക പരിപാടികൾ എന്നിവ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കും. സംസ്ഥാന പ്രഭാരിമാരുമായും പ്രസിഡന്റുമാരുമായും പാർട്ടി ദേശീയ നേതൃത്വം നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിലാണ് തീരുമാനം. PM സ്വനിധി പദ്ധതിയിൻ കീഴിൽ മറ്റൊരു പദ്ധതിക്ക് കൂടി ഇന്ന് തുടക്കമായി. പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ സാമൂഹിക സാമ്പത്തിക വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന പദ്ധതിക്ക് കേന്ദ്ര നഗരകാര്യ സെക്രട്ടറി ദുർഗ ശങ്കർ മിശ്രയാണ് തുടക്കം കുറിച്ചത്. ഈ വിവരശേഖരത്തിന്റെ അടിസ്ഥാനത്തിലാവും ഗുണഭോക്താക്കളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി യോഗ്യമായ വിവിധ കേന്ദ്ര പദ്ധതികൾ ലഭ്യമാക്കുക. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പാരീസ് കരാറിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ആഗോള സമ്മേളനത്തെ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കറാണ് ഇക്കാര്യം അറിയിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇന്ത്യ കാരണമാകുന്നില്ലെങ്കിലും ഉത്തരവാദിത്വമുള്ള ആഗോള ശക്തി എന്ന നിലയിൽ അതിനെതിരെ പൊരുതാൻ ഇന്ത്യ അണിചേരുകയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഫിക്കിയുടെ 93ാമത് വാർഷിക പൊതുയോഗത്തിന്റെ നാളെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഫിക്കിയുടെ വിർച്വൽ വാർഷിക എക്സ്പോയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. BJP അധ്യക്ഷൻ JP നദ്ദയുടെ വാഹനവ്യൂഹത്തിന് നേരെ നടന്ന ആക്രമണം നിർഭാഗ്യകരമാണെന്ന് പശ്ചിമബംഗാൾ ഗവർണർ ജഗദീപ് ധങ്കർ. കൊൽക്കത്തയിലെ സംഭവങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രസ്താവന
ശരിയായില്ലെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭരണഘടന പിന്തുടരേണ്ട ആളാണ് മുഖ്യമന്ത്രി. അതിന്റെ പാതകളിൽ നിന്ന് അവർക്ക് പിന്മാറാൻ കഴിയില്ല. സംസ്ഥാനത്തെ ക്രമസമാധാന നില വളരെ കാലമായി വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും ശ്രീ ധങ്കർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ഇന്ന് 4642 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. 626 പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് ജില്ലയിലാണ് ഇന്ന് കൂടുതൽ രോഗികളുള്ളത്. ചികിത്സയിലായിരുന്ന 4748 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 59,380 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.84% വർദ്ധിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 37,000-ഓളം കോവിഡ് രോഗികളാണ് സുഖം പ്രാപിച്ചത്. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 93 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ 5 ലക്ഷത്തിലധികം ജനങ്ങൾക്ക് അടുത്ത മാസം വാക്സിൻ വിതരണം ചെയ്യും. സർക്കാർ സ്വകാര്യ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യം വാക്സിൻ ലഭ്യമാക്കുക. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. മറ്റന്നാൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ്. 2 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ 10 ജില്ലകളിലായി 74.84% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ 85ാം ജന്മദിനത്തിൽ രാഷ്ട്രത്തിന്റെ ശ്രദ്ധാഞ്ജലി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. രാഷ്ട്രപതി ഭവനിൽ പ്രണബ് മുഖർജിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ രാഷ്ട്രപതിയും ഉദ്യോഗസ്ഥരും പുഷ്പാർച്ചന നടത്തി. പാർലമെന്റ് ആക്രമണത്തിലെ രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ച് ഞായറാഴ്ച ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി നടത്തും. പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ സഭാ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. 2001 ഡിസംബർ 13-നാണ് പാർലമെന്റ് സമുച്ചയത്തിൽ ആക്രമണം നടന്നത്. ഇന്ത്യൻ റെയിൽവേ മുഴുവനായി സ്വകാര്യവൽക്കരിക്കുമെന്നും പ്രതിമാസ പാസ്, മുതിർന്ന പൌരന്മാർക്കുള്ള യാത്രാകൂലി ഇളവ് എന്നിവ നിർത്തലാക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അത്തരത്തിൽ ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വീഡിയോ സന്ദേശം വ്യാജമാണെന്നും PIB വ്യക്തമാക്കി. കർണാടകയിൽ ട്രാൻസ്പോർട്ട് ജീവനക്കാർ പണിമുടക്കിയതിനെ തുടർന്ന് ബസ് സർവീസുകൾ തടസ്സപ്പെട്ടു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാക്കുന്ന ആനുകൂല്യങ്ങളും ഗ്രൂപ്പ് ഡി ജീവനക്കാർക്ക് ലഭിക്കുന്നതിന് തുല്യമായ വേതനവും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഇ കോർട്ട് പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ 2927 കോടതി സമുച്ചയങ്ങളിൽ ഇതുവരെ ഹൈസ്പീഡ് ഇന്റർനെറ്റ് സൌകര്യം ഏർപ്പെടുത്തി. ഇതോടെ പദ്ധതിയുടെ 97.86% പൂർത്തിയായി. നീതിന്യായ വകുപ്പും BSNL-ഉം സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓഹരി വിപണികൾ നേട്ടത്തിൽ. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 139 പോയിന്റ് ഉയർന്ന് 46,099-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 36 പോയിന്റ് ഉയർന്ന് 13,514-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 4,590 രൂപയും പവന് 36,720 രൂപയുമാണ് ഇന്നത്തെ വില. മയക്കുമരുന്ന് കടത്ത് തടയുന്നത് സംബന്ധിച്ച 5ാമത് ഇന്ത്യ മ്യാൻമർ ഉച്ചകോടി വെർച്വലായി നടന്നു. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഡയറക്ടർ ജനറൽ രാകേഷ് അസ്താന ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ടൈം മാസികയുടെ 2020 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡനെയും നിയുക്ത വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയും തെരഞ്ഞെടുത്തു. 2016-ൽ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഈ അംഗീകാരം ലഭിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ വനിതകളുടെ അന്തസ്സിന് പ്രാധാന്യം നൽകിയുള്ള നടപടികളാണ് കേന്ദ്രം കൈക്കൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാനുമായുള്ള വികസന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നതായി ഇന്ത്യ. കർഷകരെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് പുതിയ പരിഷ്കാരങ്ങളെന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. പശ്ചിമബംഗാളിലെ ക്രമസമാധാന നില വഷളായതായി ഗവർണർ ജഗദീപ് ധങ്കർ. കേരളത്തിൽ ഇന്ന് 4642 പേർക്ക് കോവിഡ്. രാജ്യത്തെ കോവിഡ് മുക്തരുടെ എണ്ണം 93 ലക്ഷത്തിലേക്ക്.
വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 9 മണിക്ക്.